പക്രചേട്ടൻ തുടക്കത്തിൽ എൻ്റെ അറിവിൽ ആദ്യം കുറച്ച് നാൾ കാതികനായിരുന്നു, കഥാപ്രസംഗമായിരുന്നു മേഖല. പിന്നീട് തമാശയിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം കഥാപ്രസംഗമല്ല, തമാശയാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? ആദ്യകാലത്തൊക്കെ എനിക്ക് 2 സ്റ്റേജായിരുന്നു എല്ലാ ദിവസവും. 2 സ്റ്റേജിൽ പരിപാടി. അങ്ങനെ കാരണം ഒരു സ്റ്റേജിന്റെ മേളിൽ ഒരു ടേബിൾ ഇട്ടിട്ട് അതിന്റെ മേളിൽ കയറി നിൽക്കും. അങ്ങനെ അത് തുടങ്ങിയത് സ്കൂളിൽ കഥാപ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ടേ. ആദ്യമായിട്ട് മത്സരിക്കുന്നത് കഥാപ്രസംഗമാണ്. അന്ന് സ്റ്റേജിൽ കയറി നിന്നപ്പോൾ അന്ന് എനിക്ക് ഇതിലും പൊക്കം കുറവായിരുന്നു. അന്ന് സ്റ്റേജിൽ നിന്ന് കട്ടം മുങ്ങിയപ്പോഴേക്കും ബെഞ്ചും ഡെസ്ക് ഒടിയുക ഓഡിയൻസിൽ നിന്ന്. അതായത് കഥ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു കഥ പറയരുതേ, തുടങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ എന്നെ എടുത്തു വെച്ചു കാതികനെ. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. അതാണ് തുടക്കം. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ യുവജനോത്സവ വേദികളിലൊക്കെ പ്രൈസ് കിട്ടി, പ്രൊഫഷണലായിട്ട് കഥ പറഞ്ഞു തുടങ്ങി. ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ 2-3 ഒക്കെ സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. 2.5 മണിക്കൂറൊക്കെ നിന്ന് കഥ പറയാന്ന് പറയുമ്പോഴേ അത് ഇപ്പോഴാലോചിക്കുമ്പോൾ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം കഥയില് പാട്ട് ഓർക്കസ്ട്രയ്ക്ക് അനുസരിച്ച് പാടണം അല്ലേ? അല്ല, ഇത് ഈ കഥകളിലൊക്കെ ഒരു ഹ്യൂമർ ഉണ്ടാവില്ലേ? ഹ്യൂമർ അല്ല മോളെ, അതാണ് ഏറ്റവും ചരിത്രം എന്ന് മാത്രമല്ല. എൻ്റെ ഒരു കഥ തുടങ്ങുന്നത് കൗരവര് മുഴുവൻ മരിച്ചു കിടക്കുമ്പോൾ ഗാന്ധാരി കണ്ണ് കേട്ടഴിക്കുന്നിടത്തുനിന്നാ. ഒരാൾ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നൊരു കഥ ബുക്ക് ചെയ്തു. കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് വേറൊന്നുമില്ല, ഞാൻ ബുക്ക് ചെയ്തപ്പോൾ വിചാരിച്ചത് ഈ ഇപ്പം ഡയാന പറഞ്ഞ പോലെ തമാശ സിനിമ അല്ല കഥയായിരിക്കും, തമാശ കഥാപ്രസംഗമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പ്രതീക്ഷിച്ചത്? അതല്ല ചേട്ടൻ തമാശ കഥ അവതരിപ്പിച്ച കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും, ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഉപദേശം തന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം സലീം കുമാർ. അപ്പൊ അമ്പിളി അമ്മാവൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജഗതി ചേട്ടനോടൊപ്പം അഭിനയിച്ചു. സിനിമയിൽ വളരെ ചെറിയ പ്രായത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് പക്രചേട്ടൻ. അത് ഏതാണ്ട് എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ് അമ്പിളി അമ്മാവനിൽ അഭിനയിക്കുന്നത്? 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അതിന് മുമ്പ് അതിന്റെ എന്തെങ്കിലും ശകലങ്ങൾ ഇപ്പം കാണാൻ അവൈലബിൾ ആണോ യൂട്യൂബിലോ മറ്റോ? ഞാനും ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫോട്ടോയും. അതിന്റെ ഡയറക്ടർ എന്നെ വിളിച്ചു ചോദിച്ചു അതിന്റെ കഷ്ണം എല്ലാം കിട്ടുമെന്ന്.